നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൂർണ്ണമായും മീനം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർ നല്ല സഹൃദയന്മാരും കലാഭിരുചിയുള്ളവരുമായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ എന്നുള്ള ചിന്ത ഉള്ളവരായിരിക്കില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ നോക്കാതെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും വിദ്യാസമ്പന്നരെ പോലെ തന്നെ അറിവും കാര്യബോധവും യഥാസമയം വിനിയോഗിക്കാൻ ഇവർക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. പൊതുവിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിലും അത് തന്മയത്വമായി കൈകാര്യം ചെയ്യുന്നതിലും ഇവർ സമർത്ഥരായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ ഇവർക്കുള്ള പിണക്കമാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് മൂക്കേൽ കെറു എന്ന് പറയില്ലേ, ഇത് തന്നെ. ഇത് ഇവർക്ക് സർവ്വസാധാരണമാണ്, എന്നാൽ ഇത് സ്ഥിരമായിരിക്കില്ല എന്നുള്ളതാണ്. നിസ്സാര കാര്യത്തിൽ പോലും ഇവർക്കുള്ള ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ മാറിയിരിക്കും എന്നുള്ളതാണ്. സ്നേഹിച്ചാൽ ഇവർ എന്തും കൈവിട്ട് പ്രവർത്തിക്കും, പിണങ്ങിയാൽ നേരെ മറിച്ചായിരിക്കും. വലിയ പിതൃഭക്തരും പിതാവിനെക്കുറിച്ച് അഭിമാനികളുമായിരിക്കും. എന്നാൽ പിതാവിൽ നിന്നും കാര്യമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറില്ല. മിക്കവാറും ഇവർ ജനിച്ച ദേശവും വീടും വിട്ട് താമസിച്ച് വിദേശവാസം വിദേശ സഞ്ചാരമൊക്കെ ചെയ്ത് ജീവിതത്തിൽ അധികകാലം കഴിയുന്നവരായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യ വിഷയത്തിൽ ഇവർ അനുഗ്രഹീതരാണ്. ശാശ്വതമായ ആരോഗ്യവും കർമ്മകുശലതയ്ക്കുതകുന്ന രീതിയിലുള്ള ശരീരഘടനയും ഇവർക്ക് സവിശേഷമായി കാണാൻ പറ്റും. ഉത്രട്ടാതി നക്ഷത്രക്കാർ അതിശയകരമായ കർമ്മ കൗശല്യമുള്ളവരായിരിക്കും. ഒരിക്കലും ഇവർ അലസന്മാരായിരിക്കില്ല എന്നുള്ള പ്രത്യേകത കാണാൻ കഴിയും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഇവർ പിന്തിരിയുന്നവരല്ല. നിരാശാബോധം ഇവരെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ വളരെ ശോഭിച്ചു കാണുന്നു. അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും ഇവർ മുന്നിലായിരിക്കും. ബന്ധുക്കളെ കൊണ്ട് അഭിമാനിക്കാൻ ഇവർക്ക് പലതുമുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 17 വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നവരുമായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സൗഭാഗ്യസമ്പൂർണമായിരിക്കും. മനസ്സിനിണങ്ങിയതും കുടുംബ ചാതുര്യമുള്ളതുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നുകൂടുന്നത്. സന്താനങ്ങളെ കൊണ്ട് വേണ്ട വിധത്തിലുള്ള നന്മയും ഇവർക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യത്തെക്കുറിച്ച് തീരെ ശ്രദ്ധയുള്ളവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള അസുഖം പിടിപെട്ട ശേഷമേ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളൂ. ഉദരരോഗം, അർശസ്, വാതരോഗം, വായുക്ഷോഭം തുടങ്ങിയ അസുഖങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള അനുഭവ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇവർ കുടുംബത്തിന് ഐശ്വര്യമായിരിക്കും. എല്ലാവരോടും ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറാനുള്ള ചാതുര്യം ഇവർക്കുണ്ടാകും. ഔദ്യോഗിക രംഗത്താണെങ്കിൽ ഇവർ അസാമാന്യമായ കഴിവ് പുലർത്തുന്നവരായിരിക്കും. സന്താന സൗഭാഗ്യത്തിൽ ഇവർ അനുഗ്രഹീതകളായിരിക്കും. അശ്വതി, കാർത്തിക, മകയിരം, പൂരാടം ഈ നക്ഷത്രക്കാരുമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല എന്നുള്ളതാണ്. വിവാഹത്തിനും ചോറൂണിനും ഗൃഹനിർമ്മാണത്തിനും യാത്രയ്ക്കും ഈ നക്ഷത്രം സ്വീകാര്യമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദശാനാഥൻ ശനിയാണ്.
ശനിദശയിലാണ് ജനനം. തുടർന്ന് ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, കുജദശ, ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്ത് ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.